നമസ്കാരം. ഞാൻ ഡോക്ടർ ഫിർദൗസ് ഇക്ബാൽ, ചങ്ങമ്പള്ളി. ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ചുമയെക്കുറിച്ചാണ്. ചുമ ഇന്ന് ഒരു ആഗോള പ്രശ്നമായി മാറിയിരിക്കുകയാണെന്ന് പറയാം. കാരണം കോവിഡിന് ശേഷം ചുമയുള്ളവരുടെ എണ്ണം വളരെ കൂടിയിരിക്കുന്നു. അതും ഡ്രൈ കഫ് എന്ന് പറഞ്ഞാൽ വരണ്ട ചുമ, എന്തോ തൊണ്ടയിൽ കുത്തിയിട്ട് ചുമക്കുകയും ഒന്നും കഫമായിട്ടോ മറ്റോ പുറത്തു വരാതിരിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ. ഇത് ഒരുപാട് ആളുകളെ വളരെയേറെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. എനിക്ക് ഇതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യുമെന്ന് എന്നെ അറിയാവുന്ന പലരും ചോദിച്ചിട്ടുമുണ്ട്. അതുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ചുമയെക്കുറിച്ച് പറയാമെന്ന് ഉദ്ദേശിച്ചത്. ചുമയ്ക്കുള്ള കാരണങ്ങൾ, അതിൻ്റെ പ്രതിവിധികൾ, പിന്നെ കൂടാതെ ചില ഹോം റെമഡീസ്, എപ്പോൾ ഡോക്ടറെ കാണണം, ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ചുമ എന്ന് പറയുമ്പോൾ അത് നമ്മളുടെ ശ്വാസകോശം, തൊണ്ട, അപ്പർ റെസ്പിറേറ്ററി ട്രാക്ക്, ലോവർ റെസ്പിറേറ്ററി ട്രാക്ക്, ഈ അവയവങ്ങളും കുറച്ച് തലയിലെ ചില ഭാഗങ്ങളും, പിന്നെ വയറിലെ ചില ഭാഗങ്ങളും, വയറിൻ്റെ ചില പ്രവർത്തനങ്ങളും, ഡയഫ്രം, ഇതിൻ്റെ എല്ലാം കൂടിയിട്ടുള്ള അസുഖങ്ങളോ അതിൻ്റെ മേലെയുള്ള ചിലതരം ഇറിറ്റേഷൻസോ ചുമയായി പരിണമിക്കാം. ഇതിൽ പ്രധാനമായിട്ട് പറയാനുള്ളത്, നമ്മളുടെ എയർ പാസേജിൽ എവിടെയെങ്കിലും വരുന്ന എന്തെങ്കിലും ഫോറിൻ മെറ്റീരിയൽ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇറിറ്റേഷന്, അതാണ് ചുമയായിട്ട് നമ്മൾ കേൾക്കുന്നത്. എന്ന് വെച്ചാൽ എയർ പാസേജിൽ എന്തെങ്കിലും ഒന്ന് വന്നു കഴിഞ്ഞാൽ ശരീരം ശ്രമിക്കുകയാണ് അതിനെ എങ്ങനെയെങ്കിലും പുറത്തെത്തിക്കാൻ. സാധാരണ നിലക്ക് നമ്മുടെ ശ്വാസകോശവും ശ്വാസനാളവും എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? എയർ ഉള്ളിലേക്ക് എടുക്കാൻ, അന്തരീക്ഷത്തിലുള്ള വായു അതേപടി എടുക്കുകയും അതിൽ നിന്ന് ഓക്സിജൻ സ്വീകരിക്കുകയും കാർബൺ ഡൈ ഓക്സൈഡ് പുറത്ത് കളയുകയും ചെയ്യുക എന്നുള്ള ഒരു പ്രവൃത്തിയാണ് സാധാരണയായിട്ട് നടക്കുന്നത്. ഇതിനിടയിൽ എവിടെയെങ്കിലും ഒരു തടസ്സം വന്നാൽ അത് ചുമയായിട്ട് പുറത്ത് കളയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ തടസ്സം എന്ന് പറഞ്ഞാൽ മേ ബി എന്തെങ്കിലും പൊടിപടലങ്ങളായിരിക്കാം, അതല്ലെങ്കിൽ ഇൻഫ്ലമേഷൻ ആയിരിക്കാം. ഇൻഫ്ലമേഷൻ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും തരത്തിലുള്ള വീക്കം, അല്ലെങ്കിൽ മ്യൂക്കസ് മെംബ്രെയിനുള്ള ചെറിയൊരു വീക്കമോ എന്തെങ്കിലും ഒന്ന് വന്നിട്ടുണ്ടെങ്കിൽ ആ സുഗമമായ സ്മൂത്തായ പാസേജിൽ ഒരു തടസ്സം വരികയാണ്. ആ തടസ്സത്തിനെ നീക്കാൻ വേണ്ടിയിട്ട് ശരീരം ആവുന്നത് ശ്രമിക്കും. ഈ ശ്രമം നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ടിക്കുന്നതാണ്. നെഞ്ച്, പുറം, തല എന്നീ ഭാഗങ്ങളിലുള്ള വേദനയായിട്ടോ, ശ്വാസത്തിൻ്റെ ഗതി കൂടുക അല്ലെങ്കിൽ കുറയുക, അതുമല്ലെങ്കിൽ നെഞ്ച് വേദന, വയറിൽ ബുദ്ധിമുട്ട്, മൂത്രം അറിയാതെ പോവുക, ഈ വക കാര്യങ്ങളെല്ലാം ചുമ കൂടുതലായിട്ട് നിലനിൽക്കുമ്പോൾ നമ്മൾക്ക് സാധാരണ കണ്ടുവരാറുള്ള ബുദ്ധിമുട്ടുകളാണ്. ഇപ്പോൾ കോവിഡിന് ശേഷം ചുമ വളരെ കൂടുതലാണ്. അതിന് പല കാരണങ്ങളും, പല തിയറികളും, പല ഹൈപ്പോത്തസിസും പറയുന്നുണ്ട്, പല പഠനങ്ങളും നടക്കുന്നുണ്ട്. പക്ഷെ ഇൻകംപ്ലീറ്റ് ആണ്. പല നിഗമനങ്ങൾ എന്നല്ലാതെ പൂർണ്ണമായ രൂപത്തിൽ ഒന്നും കിട്ടിയിട്ടില്ല. എന്നിരുന്നാലും നമ്മൾ കാണുന്നവരിൽ കോവിഡിന് വാക്സിൻ എടുത്തവരിലും എടുക്കാത്തവരിലും ഒരുപോലെ ചുമ കാണുന്നുണ്ട്. ഒരിക്കലെങ്കിലും കോവിഡ് വന്നു പോയവരിൽ ഇതിൻ്റെ ഒരു സാധ്യത കൂടുതലാണ്. കാരണം പണ്ടും ഇവർക്ക് ചുമ ഇല്ലാഞ്ഞിട്ടല്ല, പക്ഷെ ചുമ വന്ന വേഗം മാറുമായിരുന്നു. അതല്ലെങ്കിൽ ഇത്ര വേഗം ചുമ പിടിപെടില്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ ചെറിയൊരു പനി വന്നാൽ, ത്രോട്ടിൽ എന്തെങ്കിലും ഒരു ഇറിറ്റേഷൻ വരുമ്പോഴത്തേക്ക് അത് ചുമയായി പരിണമിക്കുകയാണ്. എന്നോട് ചില പേഷ്യൻസ് പറയാറുണ്ട്, ഡോക്ടറെ ഒന്ന് തുമ്മിയാൽ പേടിയാണ്, അത് ചുമയായി മാറുമെന്ന്. അപ്പോൾ എന്താണ് ചുമയായി മാറിയാലെന്ന് ഞാൻ തിരിച്ചു ചോദിച്ചപ്പോൾ അവർ പറയുന്നത്, ചുമയായി മാറിയിട്ടുണ്ടെങ്കിൽ പിന്നെ ചുമ മാറലില്ല. ആൻറ്റിബയോട്ടിക്സ് ഒരുപാട് എടുക്കുന്നു എന്നിട്ട് മാറുന്നില്ല, ആൻറ്റി ഹിസ്റ്റാമിൻസ് ഒരുപാട് എടുക്കുന്നു എന്നിട്ട് മാറുന്നില്ല. അപ്പോൾ എന്നോട് ഇതേപോലെ തന്നെ വേറൊരു ഡോക്ടർ പറഞ്ഞു, ചുമയുടെ മരുന്ന് ആൻറ്റിബയോട്ടിക്സ് മെഡിക്കൽ ഷോപ്പിലെ ഷെൽഫിലിരിക്കുന്നതും പേഷ്യൻറ്റിൻ്റെ വയറിലിരിക്കുന്നതും ഒരേ കണ്ടീഷനിൽ ചില സമയത്തെങ്കിലും തോന്നിപ്പോവാറുണ്ട് എന്ന്. ഇതെല്ലാ ഇൻഫെക്ഷനെ പറ്റിയിട്ടും എല്ലാ ആൻറ്റിബയോട്ടിക്സിനെ പറ്റിയിട്ടും പറയല്ല, ഒരു ആലങ്കാരികമായിട്ടൊരു ഡോക്ടർ പറഞ്ഞു എന്നുള്ളൂ. കാരണം ആൻറ്റിബയോട്ടിക് എടുത്തിട്ട് മാറാത്ത ചുമകൾ, അതിനെക്കുറിച്ചാണ് നമ്മൾ വേവലാതിപ്പെടുന്നത്. അപ്പോൾ ഇതിനുള്ളൊരു കാരണത്തിൽ പല കാരണങ്ങളിലൊന്ന് ഇമ്മ്യൂൺ റെസ്പോൺസ് തന്നെയാണ്. നമ്മുടെ ഇമ്മ്യൂണിറ്റിയുടെ കുറവ്, അതല്ലെങ്കിൽ ട്രിഗേർഡ് ഇമ്മ്യൂണിറ്റി എന്ന് വെച്ചാൽ നമ്മൾ ചെറിയ ഒരു അപകടകര അല്ലാത്ത ഒരു വസ്തുവിനെ പോലും തെറ്റിദ്ധരിച്ചിട്ട് ചുമക്കുക.
അപ്പം ഇതിന് കാരണം എന്താ വെച്ചാൽ നമ്മുടെ ബോഡി തന്നെയാണ്. ഇപ്പോൾ ഒരു പൊടി നമ്മുടെ ശരീരത്തിൽ വീണെന്ന് വിചാരിച്ചിട്ട് അതിനെ ചുമച്ച് പുറം തള്ളിക്കൊള്ളുന്നില്ല. ബോഡിക്ക് ഒരുപാട് മെക്കാനിസം ഉണ്ട് അതിനെ കൺട്രോൾ ചെയ്യാനും അതിനിപ്പോൾ നമ്മൾ ചുമക്കാത്ത രീതിയിൽ അത് അഡ്ജസ്റ്റ് ചെയ്ത് പോകാനും. പക്ഷെ അതിന് പകരം ചുമച്ച് പോകുന്നത് നമ്മുടെ ബോഡിയുടെ കണ്ടീഷനാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ ഒരു സർഫേസിൽ ഒരു 2 സർഫേസ് എടുത്തിട്ട് ഒരു സർഫേസിൽ മണ്ണെണ്ണ പുരട്ടി വേറൊരു സർഫേസിൽ വെള്ളമാണ് നമ്മൾ പുരട്ടിയിട്ടുള്ളതെന്ന് വിചാരിച്ചോളൂ. ഒരു തീപ്പെട്ടിക്കുള്ളിൽ വരുത്തിയിട്ടിട്ടുണ്ടെങ്കിൽ മണ്ണെണ്ണ ഉള്ള ഭാഗത്ത് തട്ടിക്കഴിഞ്ഞാൽ അത് എക്സ്പ്ലോസീവ് ആയിരിക്കും. പക്ഷേ ഈ തീപ്പൊരി തന്നെ നമ്മളൊരു വെള്ളത്തിലിട്ട് കഴിഞ്ഞാലോ വെള്ളം പുരട്ടിയ സർഫേസിലിട്ട് കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക, ആ തീപ്പൊരി പോലും കെട്ടുപോകും. നമ്മൾ ഈ തീപ്പൊരിന്ന് ഞാൻ ആലങ്കാരികമായിട്ട് പറഞ്ഞതിനെ ബാക്ടീരിയ എന്നോ അല്ലെങ്കിൽ ഒരു പൊടിപടലം എന്നോ ഒന്ന് എടുത്തു നോക്കൂ, ഒന്ന് ചിന്തിച്ച് നോക്കൂ. അതാണ് നമ്മുടെ ശരീരത്തിൽ സംഭവിക്കുന്നത്. അപ്പം ഇവിടെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ശരീരത്തിനെ ശുദ്ധമാക്കി വെക്കുക. എങ്ങനെയാണ് ശരീരം ശുദ്ധാക്കേണ്ടത്? അതിന് ആയുർവേദത്തിൽ പറയുന്ന ചില മെത്തേഡുകളുണ്ട്. അതിൽ യഥാർത്ഥത്തിലുള്ള പഞ്ചകർമ്മ എന്ന് പറഞ്ഞാൽ 5 കർമ്മങ്ങളാണ്. എണ്ണ തീർപ്പും കുളിയും കിഴിയും ഒന്നുമല്ല പഞ്ചകർമ്മ എന്ന് പറയുന്നത്. വമനം, വിരേചനം, നസ്യം, ബസ്തി, ധൂമം. ഇതിൽ വമനം എന്ന ക്രിയയും വിരേചനം എന്ന ക്രിയയും ധൂമം എന്ന ക്രിയയും നസ്യം എന്ന ക്രിയയും ചുമയ്ക്കും കഫത്തിനും കഫം കൊണ്ടുള്ള എല്ലാ ബുദ്ധിമുട്ടുകൾക്കും വളരെ എഫക്റ്റീവായിട്ടുള്ള ട്രീറ്റ്മെൻറ്റാണ്. ട്രീറ്റ്മെൻ്റ് എന്ന് പറയുമ്പോൾ ശരീരത്തിനെ ശുദ്ധീകരിക്കാൻ. അപ്പോൾ നമ്മളെ ബോഡി കോവിഡിൻ്റെ അണുക്കളെ കൊണ്ടോ ഇനി അതല്ലെങ്കിൽ കോവിഡ് വരരുത് എന്ന് വിചാരിച്ചിട്ട് നമുക്ക് കിട്ടുന്ന ഇമ്മ്യൂണൈസേഷൻ കൊണ്ടോ നമ്മളെ ബോഡിയിൽ ഏതെങ്കിലും ഫാക്ടേഴ്സ് ട്രിഗർ ആയിട്ടുണ്ടാവാം. ഈ ട്രിഗറായ ഫാക്ടറിനെ അതിൻ്റെ കൂടെ കുറേ വേസ്റ്റുകൾ ഉണ്ടാവും. ഈ വേസ്റ്റിനെ നമ്മൾ എൻഡോടോക്സിൻസ് എന്ന് വിളിക്കും, ബോഡിയിൽ നിന്ന് തന്നെ വരുന്നതാവുമ്പോൾ. ആ വേസ്റ്റിനെ പുറന്തള്ളാനും എൻഡോടോക്സിൻസ് അല്ലാതെ എക്സോടോക്സിൻസ് പുറത്തുനിന്ന് കാലാവസ്ഥ കൊണ്ടോ അതല്ലെങ്കിൽ നമ്മൾ തെറ്റായ രീതിയിൽ കഴിക്കുന്ന മരുന്നുകളെ കൊണ്ടോ. ഈ തെറ്റായ രീതിയിൽ കഴിക്കുന്ന മരുന്ന് എന്ന് പറയുമ്പോൾ മരുന്ന് മാത്രമല്ല, മോഡേൺ മെഡിസിൻ മാത്രമല്ല, ഈവൻ ആയുർവേദിക് മെഡിസിൻസ്, നമ്മൾ ഓവർ ദി കൗണ്ടർ വാങ്ങുന്ന മെഡിസിൻസ്, ഹോം റെമഡി എന്ന് പറഞ്ഞ പേരിൽ പ്രത്യേകിച്ച് ശാസ്ത്രീയതയൊന്നും ഇല്ലാതെ കഴിക്കുന്നത്, പിന്നെ കാലാവസ്ഥ കൊണ്ട് വരുന്ന ഡ്രോപ്ലെറ്റ്സ്, ഹ്യൂമിഡിറ്റി ഇതുകൊണ്ടൊക്കെ വരുന്ന സാധനങ്ങൾ, ഇതെല്ലാം നമ്മുടെ ബോഡിയിൽ എൻഡോടോക്സിൻസോ എക്സോടോക്സിൻസോ ആയിട്ട് മാറാം. ഇത് ഒന്നുകൂടി ക്ലിയർ ആക്കാൻ വേണ്ടി പറയുകയാണ്. എൻഡോടോക്സിൻസ് ആണ് നമ്മുടെ ബോഡിയിൽ നിന്ന് തന്നെ ഉൽപ്പാദിപ്പിക്കുന്നത്. നമ്മൾ എന്തെങ്കിലും കഴിച്ചതിൻ്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ എയർ പാസേജ് വഴി, മീൻസ് ഇപ്പോഴത്തെ എയർ പൊല്യൂഷൻ, നമ്മുടെ വാഹനങ്ങളിൽ നിന്നൊക്കെയുള്ള പുകയുടെയൊക്കെ ഭാഗമായിട്ട് ഉള്ള പൊല്യൂഷൻ കൊണ്ടോ നമ്മുടെ ഉള്ളിലേക്ക് കടന്ന സാധനങ്ങളെ പുറന്തള്ളാനുള്ള ഒരു ശ്രമം. അതിന് വേണ്ടിയിട്ടും പിന്നെ അതുപോലെ ഉള്ളിൽ തന്നെ ഉണ്ടായിട്ടുള്ള സാധനങ്ങൾ വഴിയും നമ്മുടെ ഈ ടോക്സിൻസ് പുറന്തള്ളാൻ വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകളാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകൾ. ഇതിൽ നമുക്ക് വമനം എന്ന് പറയുന്നത് വലിയൊരു പ്രോസസ്സാണ്. അത് വളരെ സീരിയസ് ആയിട്ടുള്ള ശ്വാസകോശ രോഗങ്ങളിലും ചെയ്യാവുന്ന ഒരു പ്രോസസ്സാണ്. അതിന് ഡിഫറെൻറ്റ് മെഡിസിൻസ് ഉണ്ട്. അതിലേക്ക് ഇപ്പോൾ നമ്മൾ പോകണ്ട, അതങ്ങനെ ഒരു പ്രോസസ്സ് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കി തരാമെന്ന് മാത്രമേ ഉദ്ദേശിച്ചുള്ളൂ. പക്ഷെ നസ്യം എന്ന പ്രോസസ്സ് വീട്ടിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു ഡോക്ടർ നിർദ്ദേശപ്രകാരം ഡോക്ടറെ കണ്ടിട്ട് വീട്ടിൽ പോയിട്ട് ചെയ്യാവുന്ന പ്രോസസ്സാണ്. പക്ഷെ ഡോക്ടർ നിർദ്ദേശപ്രകാരം മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെ ഒരു പ്രോസസ്സ് കൂടി ഈ ചുമയ്ക്ക് പ്രത്യേകിച്ച് ട്രൈക്കഫിന് എഫക്റ്റീവായിട്ട് കാണുന്ന റെമഡിയാണ്. ഇനി നമുക്ക് ചുമയ്ക്ക് വേണ്ടിയിട്ടുള്ള ചില ഹോം റെമഡീസ് നോക്കാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കാര്യമായിട്ട് പറയാനുള്ളത്, ഒരു 2 ആഴ്ചയിലധികം നീണ്ടു നിൽക്കുന്ന ചുമ സ്വയം ചികിത്സിക്കരുത്. പിന്നെ തുടക്കത്തിലുള്ളതാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഹോം റെമഡി പരീക്ഷിക്കാം. പിന്നെ ആൻറ്റിബയോട്ടിക്സോ ബാക്കി മരുന്നുകളോ ആൻറ്റിഹിസ്റ്റാമിൻസ് ഇതെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ടും ബാക്കി നിൽക്കുന്ന ചുമയാണെങ്കിലും നമുക്ക് ഇത്തരത്തിൽ ഒരു ട്രയൽ ഹോം റെമഡീസ് ചെയ്യാം. അല്ലാതെ ആദ്യമേ ചുമയ്ക്ക് സിവിയർ ആയിട്ടുള്ള കഫിന് ഒരിക്കലും ഹോം റെമഡി മാത്രം നോക്കരുത്. 2 ആഴ്ചയിൽ നീണ്ടു നിൽക്കുന്ന ചുമ മറ്റ് ഹോം റെമഡീസ് കൊണ്ട് മാറുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും നിർബന്ധമായിട്ടും ഡോക്ടറെ പോയി കാണേണ്ടതാണ്. ഇനി ഹോം റെമഡീസ് എന്തൊക്കെയാണെന്ന് പറയാം. അതിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് ആയുർവേദത്തിൻ്റെ കാഴ്ചപ്പാടിൽ ഡ്രൈ കഫിന് മുന്നിൽ നിൽക്കുന്നത് തേൻ തന്നെയാണ്. തേനിന് ആൻറ്റി ഇൻഫ്ലമേറ്ററി ആക്ഷൻ ഉണ്ട്.
പിന്നെ ആയുർവേദത്തിൻ്റെ വീക്ഷണത്തിൽ കഫഹരമാണ് തേൻ. അതിന് ശുദ്ധമായ തേനായിരിക്കണം. പഞ്ചസാര കൊണ്ട് പ്രോസസ്സ് ചെയ്ത തേനുകൾ ലഭ്യമാണ് ഇന്ന്. എന്ന് വെച്ചാൽ പഞ്ചസാര പാനി ഒരു പാത്രത്തിൽ വെച്ചിട്ട് ഈച്ചകളുള്ള ഭാഗത്ത് വെച്ചിട്ട് ഇതിൽ നിന്ന് ഈ പഞ്ചസാര ഈച്ച എടുത്തുകൊണ്ട് പോയിട്ട് കൂടുതൽ മീൻസ് തേൻ്റെ പ്രോസസ്സ് പോലെ തേനീച്ച കൂടുതൽ എല്ലാ പ്രോസസ്സും വഴി വന്നിട്ട് വരുന്ന തേനുകളുണ്ട്. അതിന് ഗുണം വളരെ കുറവാണ്. സാധാരണ നല്ല തേനെന്ന് പറഞ്ഞാൽ പല പൂക്കളിൽ നിന്ന് കളക്ട് ചെയ്ത് വരുന്ന തേനായിരിക്കണം. ആ തേനാണ് ഇതിന് ഉപയോഗിക്കേണ്ടത്. തേനിലേക്ക് ത്രികടു എന്ന് പറയും. അതിൽ ചുക്ക്, തിപ്പല്ലി, കുരുമുളക് ഈ 3 മരുന്നുകൾ ചേർന്നതിനാണ് ത്രികടു എന്ന് പറയുക. ഇത് ഒരു 1/2 ടീസ്പൂൺ ത്രികടുവും 3 ടീസ്പൂൺ തേനും നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്യുക എന്ന് പറയുമ്പോൾ നല്ലോണം നമ്മൾ ഒരു സ്പൂൺ കൊണ്ടോ മറ്റോ അടിച്ച് മിക്സ് ചെയ്തതിന് ശേഷം ഇത് കഴിക്കുന്നത് ഗുണകരമാണ്. അത് മൈൽഡായിട്ടുള്ള കഫാണെങ്കിൽ 2 നേരം വെച്ചിട്ട് രാവിലെ ഏർലി മോർണിംഗിലും ഈ രാത്രി കിടക്കാൻ നേരത്തും സ്ഥിരമായിട്ട് കഴിക്കാം. അത് മറ്റു മരുന്നുകളുടെ കൂടെ കഴിക്കാവുന്ന ഏറ്റവും ബേസിക് ആയിട്ടുള്ള മൈൽഡായിട്ടുള്ള ഒരു റെമഡിയാണ് ഈ പറഞ്ഞത്. ഇത് കൂടാതെ നല്ല സിവിയർ കഫിൽ നമുക്ക് മറ്റു മരുന്നുകൾ ഉണ്ടായിട്ടും കഫ് നിൽക്കുന്നില്ലെങ്കിൽ ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ചുവന്നുള്ളിയും കൽക്കണ്ടവും കൂടി ഡ്രൈ കഫിൽ നന്നായിട്ട് ഒരു പിടി ഇത് രണ്ടും കൂടി കൈകൊണ്ട് തിരുമ്മിയിട്ട് വായിലിട്ടിട്ട് വായ അടച്ച് വെച്ചിട്ട് മെല്ലെ മെല്ലെ ചവച്ചിറക്കുന്നത്. ഇത് ശരിക്കും ത്രോട്ടിലുള്ള ഒരുവിധം ഇൻഫെക്ഷനെയും ഇൻഫ്ലമേഷനെയും കുറക്കാനും കൂടാതെ പിറ്റേ ദിവസം നല്ല മലശോധന ഉണ്ടാവാനും ഇത് സഹായിക്കും. ഇതിൽ കാണുന്നത് എന്ന് പറഞ്ഞാൽ ഈ ഇൻഫ്ലമേഷൻ കുറയുന്നതോട് കൂടിയിട്ട് ഒരു വേസ്റ്റ് റിമൂവൽ കൂടി ഇതോടൊപ്പം നടക്കുന്നുണ്ട്. ഈ 2 കാര്യങ്ങൾ ചെയ്യാവുന്നതാണ്. പിന്നെ തുളസി ശരിക്കും ഉപയോഗിക്കേണ്ടത് തുടക്കത്തിലുള്ള ചുമയ്ക്കല്ല. തുടക്കത്തിലുള്ള ചുമയ്ക്ക് തുളസി ഉപയോഗിച്ചിട്ട് കാര്യമായിട്ട് അത് മാറിപ്പോകുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ക്രോണിക് ഡിസീസിലാണ് തുളസി ഉപയോഗിക്കേണ്ടത്. അത് വളരെ കാലം ചെന്ന് പഴക്കം ചെന്ന് ചുമയിൽ മാത്രമാണ് തുളസിയുടെ നീരും തേനും ഇഞ്ചി നീരും ചേർന്നിട്ടുള്ളൊരു യോഗമുണ്ട്. അത് എഫക്റ്റീവായിട്ട് കാണുന്നുള്ളൂ. തുടക്കത്തിൽ കുട്ടികൾക്കായാലും വലിയവർക്കായാലും ഉപയോഗിക്കാൻ പറ്റുന്നത് കഞ്ഞിക്കൂർക്കിലയാണ്. പിന്നെ എല്ലാതരം ചുമകൾക്കും എന്ന് പറഞ്ഞാൽ നമ്മൾ വാസോ ഡയലേറ്ററായിട്ട് ഫങ്ഷൻ ചെയ്യുന്ന ഒരു പ്ലാന്റാണ് ആടലോടകം. ആടലോടകം ഉപയോഗിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ആടലോടകത്തിൻ്റെ നീര് 15 ml 30 ml തേനും ചേർത്ത് ഏർലി മോർണിംഗിൽ കഴിക്കുക. അതുപോലെ വൈകുന്നേരം. ഇതും മറ്റു മരുന്നുകളെ കൂടെ കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഈ രോഗത്തിൽ നിന്ന് പൂർണ്ണമായിട്ടുള്ളൊരു മോചനത്തിന് പറ്റും. പക്ഷെ ഇത് മാത്രം കഴിക്കുന്നതുകൊണ്ട് സാധാരണ നിലക്ക് ഒരു ഗുണവും കിട്ടില്ല. കാരണം റീസൺ എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവില്ല. അപ്പോൾ ഈ ഒരു റെമഡി നമ്മൾ എങ്ങനെയെങ്കിലും ഉപയോഗിച്ചിട്ട് കാര്യമില്ല. ഞാൻ നിങ്ങളോട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ആയുർവേദം ആയാലും അലോപ്പതി ആയാലും ഈവൻ ഹോമിയോപ്പതി നാച്ചുറോപ്പതി ഏത് സിസ്റ്റത്തിലാണ് നിങ്ങൾ ഡോക്ടറെ കണ്ടിട്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ ഈ ആടലോടകം 2 നേരം കഴിക്കുകയാണെങ്കിൽ ഇത് നീണ്ടു നിൽക്കാതെ പെട്ടെന്ന് മാറിക്കിട്ടാൻ ഉള്ളൊരു റെമഡിയാണ്. പിന്നെ വേറൊന്ന് ചെയ്യാനുള്ളത്, നമ്മൾ ദീർഘകാലം 2-3 മാസം അല്ലെങ്കിൽ അതിലധികം ചുമ നീണ്ടു നിൽക്കുമ്പോൾ ബോഡിക്ക് ഒരു അപചയം സംഭവിക്കാനുണ്ട്. ബോഡി ക്ഷീണിച്ചിട്ടുണ്ടാവും, ബോഡിയുടെ പ്രോട്ടീൻ്റെ അളവ്, ന്യൂട്രീഷൻസിൻ്റെ അളവ് എല്ലാം കുറഞ്ഞിട്ടുണ്ടാവും. ഇത് വീണ്ടും ഇമ്മ്യൂണിറ്റി കുറയാൻ വേണ്ടി കാരണമാവും. ഇത്തരം അവസ്ഥകളിൽ നമുക്ക് ചെയ്യാവുന്ന ഒരു റെമഡി ഉണ്ട്. എഗ്ഗ് ഉണ്ട്. അത് പറയുമ്പോൾ ഒന്ന് എഗ്ഗ് ആടലോടകത്തിൻ്റെ ഇല മുറിച്ചിട്ടിട്ട് ഓംലെറ്റ് പോലെ ഉണ്ടാക്കിയിട്ട് അത് കഴിക്കാം. അതിന് പറയുന്ന അളവ് എന്ന് പറഞ്ഞാൽ 15 ഗ്രാം ഇലയാണ്. നല്ല ചെറുതാക്കി മുറിച്ചിട്ട് ഉപ്പ് ചേർക്കരുത്. എഗ്ഗിൻ്റെ കൂടെ നന്നായി അടിച്ചിട്ട് ഓംലെറ്റായിട്ട് രാവിലത്തെ ഭക്ഷണത്തിൽ കഴിക്കുക. ഇത് കഴിച്ച് കഴിഞ്ഞിട്ട് 1 ഹവറിന് ഒന്നും കഴിക്കരുത്. ഇതുപോലെ തന്നെ വൈകുന്നേരവും കഴിക്കുക. വീണ്ടും 1 ഹവറിന് ഒന്നും കഴിക്കരുത്. മീൻസ് ബിഫോർ ആൻഡ് ആഫ്റ്റർ 1 ഹവർ ഗ്യാപ്പ് ഉണ്ടായിരിക്കണം. ഈ രീതിയിൽ ചെയ്യുന്നത് ഇതുകൊണ്ടുള്ള ഈ ബോഡിക്ക് വരുന്ന ചയങ്ങൾ, മീൻസ് ബോഡിക്ക് വരുന്ന ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസിയും അതുവഴി വീണ്ടും ചുമ വരുന്നതിനും പറ്റിയൊരു റെമഡിയാണ് ഈ പറഞ്ഞിട്ടുള്ളത്. വേറൊന്നുള്ളത് ഇതേപോലെ തന്നെ എഗ്ഗ് ഹാഫ് ബോയിൽ ആക്കിയിട്ട് സൂര്യാസ്തമയത്തിന് മുമ്പെയാണ് ഈ യോഗത്തിൽ പറയുന്നത്. ഹാഫ് ബോയിലായിട്ടുള്ളൊരു മുട്ട എടുത്തിട്ട് അതിൽ ത്രികടു ചേർത്ത് കുറച്ച് നേരം ഇളക്കിയിട്ട് അതിൻ്റെ ചൂടാറുന്നതിന് മുമ്പ് കഴിക്കാൻ വേണ്ടിയിട്ട്. അതും നല്ലൊരു റെമഡിയാണ്. 21 days മറ്റ് മരുന്നുകളുടെ കൂടെ ഈ
റെമഡീസ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും ഗുണം കിട്ടും. പിന്നെ ഞാൻ ഈ മറ്റു മരുന്നുകളുടെ കൂടെ എന്ന് പറയാനുള്ള കാരണം ആയുർവേദത്തിൽ 5 തരം ചുമ പറയുന്നുണ്ട്. അതിൽ 2 തരം ചുമകളും ഇപ്പോഴത്തെ ഞാൻ ആദ്യം തുടക്കത്തിൽ പറഞ്ഞ പോലെ പോസ്റ്റ് കോവിഡ് ചുമയോട് താതാത്മ്യം പ്രാപിക്കുന്നതാണ്. അതുപോലത്തെ ചുമയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളത് ആളുടെ പ്രകൃതിയും റീസണും നോക്കിയിട്ട് തന്നെ ചെയ്യണം. അതുകൊണ്ട് നിങ്ങൾ ഇതൊക്കെ ഒരു സപ്പോർട്ടീവ് കെയർ ആയിട്ട് മാത്രം എടുത്തിട്ട് മറ്റ് മെഡിസിൻ്റെ കൂടെ ഇതുകൂടി ചെയ്യാം. പിന്നെ ഇനി ഇതോടുകൂടി ചേർത്ത് പറയാനുള്ളത് ഫുഡിൻ്റെ കൺട്രോളാണ്. ഫുഡ് കൺട്രോളിൽ ഒരു 14 മണിക്കൂർ ഫാസ്റ്റിങ് ചുമയ്ക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്. ഞാൻ എൻ്റെ എല്ലാ പേഷ്യൻസിനും മറ്റുള്ളതെല്ലാം പരീക്ഷിച്ച് തോറ്റ ആളുകളിൽ പറഞ്ഞു കൊടുക്കുന്ന ഒരു റെമഡി ഇതാണ്. അങ്ങനെ ആകുമ്പോൾ വൈകുന്നേരം ഒരു 6 മണിക്ക് ഒക്കെ ഫുഡ് കഴിച്ചതിന് ശേഷം പിറ്റേ ദിവസം ബ്രേക്ക്ഫാസ്റ്റിന് മാക്സിമം അവർക്ക് വിശക്കുന്നവരെ കാത്തു നിന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് എടുക്കുമ്പോഴത്തേക്ക് ഏകദേശം 14-16 മണിക്കൂർ സുഖമായിട്ട് ഗ്യാപ്പ് കിട്ടും. അപ്പോൾ ഇത്രയും ഒരു ഫാസ്റ്റിംഗ് എടുത്തിട്ട് രാവിലത്തെ ഭക്ഷണം കഴിക്കുക. ആ രാവിലത്തെ ഭക്ഷണത്തിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ എരിവ് ഇല്ലാത്ത ഭക്ഷണം കഴിക്കുക. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ കറി ചേർത്തിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് കൂടുതൽ ആളുകളും കഴിക്കുന്നത്. അത് ഒഴിവാക്കുക. എന്നിട്ട് ചൂടുള്ള സൂപ്പ് പോലുള്ള സാധനങ്ങളോ അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഏറ്റവും നല്ല എളുപ്പത്തിൽ കിട്ടാവുന്ന സൂപ്പ് എന്ന് പറഞ്ഞാൽ കഞ്ഞിയാണ്. ലൈറ്റായിട്ടുള്ള കഞ്ഞി ഇന്ദുപ്പ് ചേർത്തിട്ട് കഴിക്കുന്നത് ഗുണകരമായിരിക്കും. ഉച്ചയ്ക്ക് ഒരു സാധാരണ ഭക്ഷണം കഴിക്കാം, വീണ്ടും വൈകുന്നേരം ഇതുപോലെ ചൂടുള്ള എന്തെങ്കിലും ഭക്ഷണം കഴിക്കുക. ഇങ്ങനെ ഈ ഒരു ക്രമത്തിൽ ഫുഡിനെ ക്രമീകരിക്കുകയാണെങ്കിലും നല്ല എഫക്റ്റീവായിട്ട് ചുമയ്ക്ക് കാണുന്നുണ്ട്. പിന്നെ ചെയ്യാനുള്ള ചര്യകൾ എന്ന് പറയുമ്പോൾ മദ്യം, പുകവലി പൂർണ്ണമായിട്ട് ഒഴിവാക്കുക. കൂടെയുള്ള ചായ ഒഴിവാക്കുക. 1-2 ചായ ഒരു ദിവസം കഴിക്കുന്നത് വലിയ കുഴപ്പം വരില്ല. പക്ഷേ ചായ കംപ്ലീറ്റ് ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ ചായ വേണമെന്ന് ആഗ്രഹിക്കുന്നവർ ഈ ഗ്രീൻ ടീയിലൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നതിനേക്കാളും ശരിക്കും ഒരു ഹോം റെമഡി ഉണ്ട്. മാവിൻ്റെ തളിരില തിളപ്പിച്ച് കട്ടൻ ചായ പോലെ ആക്കിയിട്ട് അത് മെല്ലെ സിപ്പ് ചെയ്ത് കഴിക്കുന്നത് നല്ലതാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഫാസ്റ്റിങ്ങിൻ്റെ കൂടെ ചേർത്ത് പറയേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. അതിൽ വെറ്റില 1-2 വെറ്റില, കണ്ണിവെറ്റിലയാണ് ഇതിൽ ക്ലാസിക്കലി ഉപയോഗിക്കേണ്ടത്. എന്നാലും സാധാരണ തളിർ വെറ്റില ആയാലും കുഴപ്പമില്ല. അതൊരു 4 ഗ്ലാസ് വെള്ളത്തിൽ നന്നായിട്ട് തിളപ്പിച്ചിട്ട് നമ്മൾ ഫുഡ് കഴിക്കാതിരിക്കുന്ന സമയത്ത് ദാഹിക്കുമ്പോൾ ഈ വെള്ളം കുടിക്കുന്നത് ഗുണകരമാണ്. ഇത്തരം കാര്യങ്ങൾ ചെയ്ത് നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഫലം ഉണ്ടായിരിക്കും. ഞാനിപ്പോൾ ഈ പറഞ്ഞത് കൂടാതെ ഒരുപാട് റെമഡീസ് ഉണ്ട്. അത് ഞാൻ പലപ്പോഴായിട്ട് കാണുമ്പോഴെല്ലാം പല വീഡിയോകളിലും ആളുകൾ പല ഡോക്ടേഴ്സും പറഞ്ഞു പോകുന്നതുകൊണ്ട് അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഇത് എല്ലാം ഒരു പുതിയ അറിവായിരിക്കും എന്ന് തോന്നുന്നു. ചെയ്തു നോക്കൂ.